അയ്യോ സാറേ ഞാൻ സത്യം സാറേ പറഞ്ഞേ. അയ്യോ അടിക്കില്ലേ സാറേ, സാറേ അടിക്കില്ലേ സാറേ. അയ്യോ അയ്യോ ഇനി അടിക്കില്ലേ സാറേ. അയ്യോ 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 സാറേ അയ്യോ അയ്യോ തന്റെ അയൽവാസിയായ ഔസേപ്പച്ചന്റെ മരുമകൾ ഓമന മരിച്ച രാത്രി ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വീഴുന്ന ശബ്ദം ഞാൻ കേട്ടോടൂ? കേട്ടു. കേട്ടില്ല. എന്തുകൊണ്ട് കേട്ടില്ല? ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നേ. എവിടെ പോയിരിക്കുമായിരുന്നു? ഞാനും ഭാര്യയും കൂടെ ഗുരുവായൂർ തൊഴാൻ പോയിരിക്കായിരുന്നേ. ആ, ശ്രീധരന് സണ്ണിയെ കുറിച്ച് അഭിപ്രായം എന്താ? നല്ലവനാ. കുടിക്കുമ്പോഴോ? കുടിക്കുമ്പോ ഞാൻ ഇതുവരെ കുടിച്ച് കണ്ടിട്ടേ ഇല്ലേ. ഔസേപ്പച്ചനോ? ഔസേപ്പച്ചൻ കള്ളനാ സാറേ, ചീത്തയാ. അലക്സേ, ഇയാളെ ഒന്നുകൂടെ അപ്പുറത്തോട്ട് വിളിച്ചോണ്ട് പോയാട്ടെ. അയ്യോ വേണ്ട സാറേ, ഞാൻ സത്യം പറയാം. അലക്സ് നല്ലവനാ. അല്ല, ഔസേപ്പച്ചൻ നല്ലവനാ, പരോപകാരിയാ, ധർമ്മിഷ്ഠനാ, ഈ ലോകർക്കെല്ലാം വേണ്ടവനാ. താനെന്താ ഈ വിവരം അന്ന് വർമ്മ സാറിനോട് പറയാതിരുന്നത്? അത് ഞാൻ പിന്നെ പറയത്തില്ല. താൻ ഔസേപ്പച്ചന്റെ കുടികിടപ്പുകാരനല്ലേ? അത് ഒഴിയാൻ പറഞ്ഞുകൊണ്ടല്ലേടോ താനെന്ന് കള്ളമൊഴി കൊടുത്തത് അല്ലേ? അലക്സേ, ആള് പെശക. ഇപ്പോഴേ എല്ലാം എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചോ. ഇതോടെ വേണ്ട, ഞാൻ ഡ്യൂട്ടിയില്ല. റമി മാർട്ടിനാ സാറേ. വർഷം ഒരുപാടായി ഔസേപ്പച്ച ഞാൻ ഈ യൂണിഫോം ഇടാൻ തുടങ്ങിയിട്ട്. എന്റെ കൈ കൊണ്ട് തൊട്ട ഒരു കേസും എന്റെ തീരുമാനത്തിനപ്പുറം പോയിട്ടില്ല. നാരായണൻ പറഞ്ഞു. പിന്നെ നന്ദികേട് കാണിച്ച് ശീലമില്ലാത്തതുകൊണ്ട് DSP ദേവദാസ് എന്ന് പറഞ്ഞ സത്യവാന്റെ അവതാരമാണെന്നാ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അഭിപ്രായം. ഓമനക്കൊലക്കേസിലെ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കുക. സണ്ണിയെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. ഔസേപ്പച്ചന്റെ ഗുണ്ടായുസ് അവസാനിപ്പിക്കുക. ഓമനയുടെ കൊലയാളിയെ അറസ്റ്റ് ചെയ്യുക. ഔസേപ്പച്ച കൊലയാളി പിന്നെ കണ്ടോളാം. കൈക്കൂലി വീര ദേവദാസേ, നിന്നെ ഞങ്ങൾ കണ്ടോളാം. ഓമനക്കൊലക്കേസിലെ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കുക. സണ്ണിയെ അറസ്റ്റ് ചെയ്യുക. അവരവിടെ വന്നാ മതി. പോലീസ് നീതി പാലിക്കുക. ആ നേതാവിനെ വിളിച്ചോണ്ട് വന്നേ. നിങ്ങൾ 3:30 ഇങ്ങോട്ട് വരും. നീങ്ങി മാറി. എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം സാറിന് അറിഞ്ഞുകൂടി? എടോ കളവാ, ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്കാണെങ്കിൽ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ നിന്നെയൊക്കെ പ്രതികളാക്കി ഞാൻ അകത്ത് തള്ളും. സാറിനെതിരെ ഞങ്ങൾ സമരം ചെയ്യും. മിണ്ടരുത്. എടോ, മീശ വീഴുന്ന പാരമ്പര്യം എനിക്കുണ്ട്. നമുക്ക് തുടങ്ങാം. ന്യായമായ മാർക്കറ്റ് കൂടാനുള്ളത്. ആ തോമാച്ചൻ വരുന്നല്ലോ. അല്ല, നിങ്ങൾ വന്നിട്ട് കുറെ നേരം ആയാ? ഇപ്പൊ വന്നേ ഉള്ളൂ. മന്ത്രി അകത്തുണ്ട്. ആരാ? തോമസ്. ഞാനാണ്. അകത്ത് വിളിക്കുന്നു. വാ മോനെ.
നിങ്ങളുടെ ചാർജ് ഷീറ്റ് ഞാൻ വായിക്കുന്നത്. ഇരിക്കൂ. വേണ്ട, ഞങ്ങൾ നിന്നോളാം. 29/6/87 ചൊവ്വാഴ്ച ദിവസം വൈകിട്ട് 8 മണിക്ക് കീഴുമാട് കഞ്ഞിക്കുടി റോഡിലുള്ള പരാതിക്കാരൻ ജോണിക്കുട്ടിയുടെ അളിയൻ കിളിവാതുക്കൽ സണ്ണിയുടെ ഭാര്യ ഓമന എന്ന സ്ത്രീ ജീവിതത്തിൽ നിരാശ തോന്നി മേപ്പടി പരാതിക്കാരന്റെ അമ്മായിയപ്പനായ കിളിവാതുക്കൽ ഔസേപ്പച്ചന്റെ വസതിയായ ഇരുനില കെട്ടിടത്തിന്റെ ടെറസിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനുണ്ടായത്. അയ്യോ, അകാലത്തിൽ മരണമടഞ്ഞൊരു മകളുടെ അച്ഛന്റെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. പക്ഷേ അങ്ങയുടെ മകളുടെ മരണം ആത്മഹത്യയാണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ സ്ഥിതിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും സാർ? സാർ, എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറയൂ. പോലീസിന്റെ അന്വേഷണ രീതിയിൽ ഞങ്ങൾ പൊതുവെ തൃപ്തരല്ല. എന്തുകൊണ്ട്? ഈ കേസ് ആദ്യം അന്വേഷിച്ചു തുടങ്ങിയത് വർമ്മ സാറാണ്. പെട്ടെന്ന് ഒരു കാരണം കൂടാതെ വർമ്മ സാറിനെ മാറ്റി. നോ, യു ആർ റോങ്. നിങ്ങൾ പറയുന്നത് ശരിയല്ല. വർമ്മ മറ്റൊരു കേസ് അന്വേഷിക്കുന്നതിനിടയിലാണ് ഈ കേസിന്റെ അന്വേഷണത്തിന് വന്നത്. ആ കേസ് തുടർന്ന് അന്വേഷിക്കേണ്ടി വന്നപ്പോൾ വർമ്മയെ തിരിച്ചു വിളിച്ചു, പകരം മറ്റൊരാൾ നിയോഗിച്ചു. സാർ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ നീതി ലഭിക്കും? ഒരു അച്ഛനോ കൂടപ്പുറപ്പിനോ ഇല്ലാത്ത വേദന അങ്ങേക്ക് എന്തിനാ? ഒന്ന് പുറത്തുപോയി നിന്നേ. പിന്നെ നാട്ടിൽ നടക്കുന്ന ഓരോ കേസും ജനങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തന്നെയുമല്ല, ഇതൊരു തീരുമാനത്തിലെത്തിയ കേസല്ലേ. ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ ഔസേപ്പച്ചന്റെ വീട്ടിൽ ജാഥയായിട്ട് പോയ ഞങ്ങളെ പോലീസ് തല്ലി സാർ. തല്ലാനാണല്ലോ പോലീസ്. അവർക്ക് നിയമം നടത്തണ്ടേ? സംബന്ധ വീട്ടിൽ ചെല്ലുന്നത് ജാതിയായിട്ടാണോ തോമാച്ച? എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ തനിയെ നേരിട്ട് ചെന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? അവകാശത്തിന് വേണ്ടി ഞങ്ങൾക്ക് സമരം ചെയ്യാൻ പാടില്ലേ സാർ? തല്ലുകൊള്ളുന്ന അവകാശങ്ങളൊന്നും നമുക്ക് വേണ്ട തോമാച്ച. തോമാച്ച ഒരു കാര്യം ചെയ്യും, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കാര്യം മറക്കുക. അന്വേഷണ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം വ്യക്തമായി എഴുതി തന്നാൽ ഞാൻ വേണ്ട നടപടി എടുക്കാം. സാർ, എനിക്ക് അല്പം ധൃതിയുണ്ട്. ഓട്ടോ തോമാച്ച. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രകാരമുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിച്ച് ഓരോ ഹർജി ഹോം മിനിസ്റ്റർക്കും സുപ്രീം കോർട്ടിനും അഡീഷണൽ സെക്രട്ടറിക്കും അയക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്ന് കോടതി ഇല്ലാത്ത ദിവസമായതിനാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇങ്ങോട്ട് വന്നാൽ മതി. ശരി ശരി. ദി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, തിലക് മാർഗ്, ന്യൂഡൽഹി. അടുത്തതാർക്കാ? അടുത്തത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, ഗ്രീവിയൻസസ്, അത് ബ്രാക്കറ്റിൽ എഴുതണം. പ്രൈം മിനിസ്റ്റേഴ്സ് സെക്രട്ടറിയേറ്റ്, സൗത്ത് ബ്ലോക്ക്, ന്യൂഡൽഹി. ടു ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്, സൗത്ത് ബ്ലോക്ക്, ന്യൂഡൽഹി. ഒന്നിച്ച് പിൻ ചെയ്തേ. The Supreme Court of India, this day, order the crime petition number, crime 25/86 of Kumarapuram Police Station, Kerala State, to be investigated by the Deputy Superintendent of Police, Central Bureau of Investigations, Kerala Circle. ഓട്ട് വരുന്നുണ്ട്. കേരളം, ഞങ്ങൾക്ക് CBI ഓഫീസ് വരെ പോകണം. നിങ്ങളോട് അകത്തേക്ക് എല്ലാം പറഞ്ഞു. ഇരിക്കൂ. ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന തോമസ് നിങ്ങളാണോ? അതെ സാർ. ഈ കേസ് CBI അന്വേഷണത്തിനായി സുപ്രീം കോർട്ടിൽ നിന്നും ഉത്തരവായിട്ടുണ്ട്.
അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ട്. അതിനാ വരാൻ പറഞ്ഞത്. സേതു, പ്ലീസ് കം ഹിയർ. സ്റ്റേറ്റ് പോലീസ് റെഫർ ചെയ്തൊരു കേസ് വീണ്ടും CBIയുടെ അന്വേഷണത്തിന് വരിക എന്നുള്ളത് വളരെ അപൂർവമായ ഒരു സംഭവമാണ്. ഈ കേസിൽ ക്രൈം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന തെളിവുകളും ഊഹാപോഹങ്ങളും വെച്ച് മാത്രം ഈ കേസ് അന്വേഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ പരിപൂർണമായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മിസ്റ്റർ സേതു, യു ആർ ഡെപ്യൂട്ടഡ് ഫോർ ദ എൻക്വയറി ഓഫ് ദി ഓമനാസ് കേസ്. താങ്ക് യു സർ. മിസ്റ്റർ സേതുരാമയ്യർ, DYSP CBI, ഇദ്ദേഹമാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. ഇത് തോമസ്, അദ്ദേഹത്തിന്റെ മകൾ ആനി, കംപ്ലൈനൻസ്. സേതുവിന് നിങ്ങളോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. സേതു, പ്ലീസ് ടേക്ക് സർ, വരും. സാർ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ സത്യമേ പറയാവൂ. ഞാൻ സത്യമേ പറയൂ സാർ. വരും. ശരി. ഓമനയും സണ്ണിയും തമ്മിൽ പ്രേമവിവാഹമായിരുന്നോ? അല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഓ, ഔസേപ്പച്ചനും നിങ്ങളും തമ്മിൽ സാമ്പത്തികമായി വളരെയേറെ അന്തരമുണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു വിവാഹം നടന്നുകൂടാ എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ചോദിക്കാം, ഈ വിവാഹത്തിന് പുറകിൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, ചേച്ചിയുടെ കല്യാണം നടന്ന കാലത്ത് ഔസേപ്പച്ചൻ സാധാരണക്കാരനായിരുന്നു. എന്റെ മകളാണ് ഔസേപ്പച്ചന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമെന്ന് ഔസേപ്പച്ചൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഔസേപ്പച്ചനും നിങ്ങളും തമ്മിൽ ഇപ്പൊ അത്ര നല്ല രസത്തിലല്ല അല്ലേ? അല്ല. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 5 വർഷമായി. ഈ 5 വർഷത്തിനിടയ്ക്ക് നടന്ന പ്രധാന സംഭവങ്ങൾ ഒന്ന് ചുരുക്കി പറയാവോ? പറയാ സാർ. കമാ, പറയൂ. ഇങ്ങോട്ട് വാ, വാന്ന് ചെല്ലേ. ഇതെന്റെ മൂത്ത മകൾ ഓമന. മോളെ, കാപ്പി എടുത്തു കൊടുക്ക്. ആ, മോളകത്തേക്ക് പോ. എങ്ങനെയുണ്ട്? ചുമ്മാ ഇരിക്കടി. ഏയ്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്റെ മകന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. ഇനി പെണ്ണിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്റെ തീരുമാനം എന്റെ മോൾ അനുസരിക്കും. എന്നാലും പെട്ടെന്നൊരു കെട്ട് നടത്തണമെന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ. ഈ കാര്യത്തിൽ വളച്ചുകെട്ടൊന്നുമില്ല തോമാച്ച. എന്റെ മോന് പെണ്ണിനെ ഇഷ്ടപ്പെടണമായിരുന്നു. അവൻ ഇഷ്ടപ്പെട്ടു. ആ വിവരം ഞാൻ നിങ്ങളെ അറിയിച്ചു. ഇനി തോമാച്ചിന്റെ തീരുമാനം പറഞ്ഞേച്ചാ മതി. കെട്ട് വലിയ നോമ്പ് കഴിഞ്ഞു പോരെ? അതൊക്കെ തോമാച്ചന്റെ ഇഷ്ടം. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ. മനസ്സിലായി. സ്ത്രീധനത്തിന്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയണ്ട. തോമാച്ചന്റെ മകൾ, തോമാച്ചൻ എന്തിഷ്ടമോ അത് ചെയ്യാം. ഇച്ചിരി കുറഞ്ഞാലും കൂടിയാലും ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് വിരോധമില്ല. ഗോഡ് ബ്ലസ് യു. അങ്ങനെ പരാതിയും കൊണ്ട് വന്നവൻ അകത്തായി. അങ്ങനെ വിസ്തരിച്ച് വിളിച്ചില്ല എന്ന് പറഞ്ഞവരാരും വരണ്ട. തോമാച്ച, 4:30 രാഹു തുടങ്ങും. അത് മുമ്പ് വീട്ടിൽ കയറണം. ശരി മോളെ, വാ, ഇറങ്ങാൻ നേരമായി. വാ. വടൂ.